എവിടേക്കാ പോകുന്നേ? എനിക്കറിയില്ല. ഞാൻ അവളെ എവിടെ ചെന്ന് കണ്ടുപിടിച്ചോണ്ട് വരും? അമ്മ ചാടിക്കറി ഹെൽത്ത് ക്ലബിൽ നിന്ന് എടുത്തിട്ടതാ പ്രശ്നമായത്. നീ കേട്ടില്ലേ അമ്മ പറഞ്ഞത്? എല്ലാം കേട്ടു. പക്ഷെ ആന്റി ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൂടുതൽ കുഴപ്പമായേനെ. അച്ഛൻ നടന്ന സംഭവമൊക്കെ പറയാൻ തുടങ്ങുമല്ലായിരുന്നോ? എനിക്ക് തോന്നുന്നേ അങ്കിളിനോട് അച്ഛൻ സത്യം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. എല്ലാം ഇതോടെ അവസാനിച്ച് കിട്ടുമായിരുന്നല്ലോ. സത്യം പറയുന്നതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ലല്ലോ. മീരെ കണ്ടുപിടിച്ചു കൊടുക്കണ്ടേ? ഇവളിനി എവിടെ ചെന്ന് കിടക്കുന്നു? നമ്മള് ഭയക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നെന്തോ? നീ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യണമെന്ന്. എന്താ മോളെ, എന്താ പേടിച്ചു നിൽക്കുന്ന പോലെ? ബലരാമൻ അങ്കിള് മീരെ കാത്തിരിക്കുക. മീര ഹെൽത്ത് ക്ലബിൽ പോയിരിക്കുന്ന ആന്റി പറഞ്ഞിരിക്കുന്നെ. മീരെ വിളിച്ചോണ്ട് വരാൻ നന്ദുവിനോട് അങ്കിൾ പറഞ്ഞു. ഒരു കള്ളം പറഞ്ഞാൽ അത് നേരെയാക്കാൻ 9 കള്ളം പറയേണ്ടി വരും. അച്ഛാ, പഴഞ്ചൊല്ലല്ല. ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം എന്ന് പറ. 1 മണിക്കൂറിനകം ബലരാമൻ അങ്കിളിന് പോണം. മീരെ കാണാനാ വെയിറ്റ് ചെയ്യുന്നേ. 1 മണിക്കൂറിനകം ബലരാം സാറിന് പോകണമല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ മോൻ 1 മണിക്കൂർ നേരം ഇവിടുന്ന് മാറി നിൽക്കണം. ബലരാം സാർ പോയതിന് ശേഷം മടങ്ങി വരിക. എന്നിട്ട് സാറിനെ വിളിച്ച് യുക്തം പോലെ ഒരു കള്ളം കൂടി പറയുക. അതെ, ഇതേ ഉള്ളൊരു മാർഗം. ഇങ്ങനെ പോയാലേ അധികം വൈകാതെ ഞാനൊരു കള്ളം പറച്ചിൽ എക്സ്പെർട്ട് ആവുന്ന തോന്നുന്നേ. ദേവി, ഞാൻ മുരളിയുടെ വീട്ടിലേക്ക് പോവാ. അങ്കിള് പോയി കഴിയുമ്പോ എന്നെ വിളിച്ചറിയിക്കേ. നന്ദു, ഒന്നും കേൾക്കാൻ സമയമില്ല. ഇനിയൊക്കെ വരും പോലെ. ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക.